ശ്രീനേട്ട, മുകേഷ് ഏട്ടനുമായിട്ടുള്ള സൗഹൃദത്തിനെ നിങ്ങളൊരു പ്രൊഫഷണൽ ലെവലിലും കൂടെ കൊണ്ടുപോയല്ലോ. ഈ അടുത്ത സമയത്ത് ഒരു സിനിമ കമ്പനി, ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, അതിനെക്കുറിച്ച് പറയാമോ? അത് നമ്മളങ്ങനെ ഒരു പ്രൊഡ്യൂസർ ആവുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലേ ഇല്ലാതിരുന്നൊരു കാര്യമാണ്. മുകേഷ് ഒരിക്കലും എന്നോട് പറഞ്ഞു, മുകേഷിൻ്റെ 2 സുഹൃത്തുക്കൾക്ക് ഒരു സിനിമ എടുക്കണം, നല്ല കഥയൊക്കെ റെഡിയായി വരുമ്പോൾ ഒന്ന് അവരെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞപ്പോൾ ഈ കഥ പറയുമ്പോഴെന്ന് പറഞ്ഞ സിനിമ ഇവിടെ കഥയായപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് വരാൻ പറ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കഥയുടെ ഐഡിയൊക്കെ പറഞ്ഞു. അതുകൊള്ളാന്ന് പറഞ്ഞിട്ട് മുകേഷ് അവരെ വിളിച്ചപ്പോൾ പിന്നീട് മുകേഷിനോട് പറഞ്ഞത് അവരുടെ അടുത്ത് ഇപ്പം തൽക്കാലം ഫണ്ട് ഉണ്ടാവില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോഴാണ് മുകേഷ് എന്നോട് പറയുന്നത് ഈ ഒരു കഥ സിനിമയാക്കാൻ വേറൊരാളുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആവശ്യമുണ്ട്, ഇത് നമുക്ക് തന്നെ ചെയ്താൽ പോരെ. ഇങ്ങനൊരു കഥയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർ തന്നെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസയൊക്കെ തരാൻ സാധ്യതയുണ്ട്, നമ്മളധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അതിന് പറ്റിയ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ട് ഞാൻ എഴുത്തിൽ തന്നെയായിരുന്നു, അങ്ങനെ അങ്ങ് ചെയ്തു. രണ്ടാമത്തെ സിനിമ നമ്മൾ ചെയ്തത് ഈ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞാണ്. അത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സിനിമ വിനീത് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബേജാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും ഇൻ്റർഫിയർ ചെയ്യാത്ത രീതിയിൽ അവന് സ്വതന്ത്രമായിട്ടൊരു സിനിമ ചെയ്യാനുള്ള നമ്മളാരും ഇടപെടുന്നില്ല, അവൻ്റെ ഇഷ്ടം പോലെ. അങ്ങനൊരു സിനിമ ചെയ്യാൻ അവൻ ആഗ്രഹമുണ്ടെന്ന് തോന്നിയപ്പോൾ ആണ് ആ സിനിമ നമ്മൾ ചെയ്തത്, തട്ടത്തിൻ മറയത്ത്. പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല, പിന്നെ അധികം മുമ്പോട്ട് പോയിട്ടില്ല, പിന്നെ നമ്മൾ സിനിമ എടുത്തിട്ടില്ല. അവിടെ സ്ഥിരം ആൾക്കാരൊന്നുമല്ല നമ്മൾ. ഇത് നമുക്ക് ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ചിന്തയും ഇതൊക്കെ പോകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യാതിരുന്നത്. ബിസിനസ്സിൽ അതിൻ്റേതായ ബിസിനസ് എന്ന് പറയുന്നത് അതും പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 2 എണ്ണം ഇങ്ങനെ അറിയാതെ അങ്ങ് സംഭവിച്ചു പോയതാണ്. കാരണം ഇതൊരു പൈസയുടെ കളിയാകുമ്പം ബേജാറ് കൂടും. നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ബിസിനസ് തന്ത്രങ്ങൾ അറിയണം, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും പഠിക്കാതെ ഒന്നും എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നഷ്ടം സംഭവിച്ചാൽ അത് താങ്ങാനുള്ള കെൽപ്പ് വേണം, അത് നഷ്ടവും ലാഭമൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. അത് ഫേസ് ചെയ്യാനുള്ള കരുത്തും വേണം. നമ്മുടെ അടിത്തറ കളകിപ്പോയാൽ പിന്നെ നമ്മളില്ല. പക്ഷെ അത് സ്റ്റിൽ ദേർ, പക്ഷെ അങ്ങനെ ആക്റ്റീവായിട്ടില്ല.